കൊച്ചിയിലെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള KJ മാക്സിയാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോടൊപ്പം ചേരുന്നത്. തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട പ്രചാരണ പരിപാടിയിലാണ്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണം വളരെ നന്നായി മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ മണ്ഡലം പര്യടനത്തിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. ഇന്ന് ഇപ്പോൾ പനേപ്പള്ളി ആണ്ടാംകുളത്തിൻ്റെ അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇത് മട്ടാഞ്ചേരിയിലാണ് ഇന്ന് പൂർണ്ണമായിട്ടും ഉള്ളത്. ഈ കൊച്ചിക്കാർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. സിറ്റിംഗ് MLA ആണ്. കൂടാതെ തന്നെ ശക്തമായിട്ടുള്ള എതിരാളിയാണ് എതിർവശത്തുള്ളത്. മുഹമ്മദ് ഷിയാസ് ആണ്. അതിനെങ്ങനെ നോക്കിക്കാണുന്നു? ശക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇവിടെ നമ്മളിപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് MLA നിലക്ക് ഇങ്ങനെ മണ്ഡലത്തിലുണ്ട്. എല്ലാവരെയും കണ്ടുപോകുന്നു. അതിനകത്തിപ്പോൾ ഒരു ഗ്യാപ്പില്ലാതെ ജനങ്ങളോട് ബന്ധമുള്ള ആളാണ്. ഇപ്പോൾ MLA ആയിരിക്കുമ്പോൾ ഗ്യാപ്പൊന്നുമില്ല, ഇലക്ഷൻ വരുമ്പോൾ ഗ്യാപ്പുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഫുൾ ഇങ്ങനെ കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും ഇപ്പോൾ ഇലക്ഷൻ പ്രചരണം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ കാണുന്നത്. പിന്നെ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ ഓരോ പരിപാടികളിൽ വെച്ച് കാണുന്നതും ഓരോ ആവശ്യങ്ങൾക്ക് കാണുന്നതും അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ അവർ എതിരാളികൾ കണ്ടവണ്ണം പൈസ ചിലവഴിക്കുന്നത് ഞാൻ അറിയാൻ കഴിഞ്ഞത്. നമുക്കത്രയും പൈസ ചിലവഴിക്കാനില്ല. LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് സാധാരണ വിലങ്ങ് പോവുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നാണ് പറയുന്നത്. അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ഈ പ്രചാരണ സമയത്ത് ആളുകൾ അത്തരത്തിലുള്ള പ്രതികരണം എന്തെങ്കിലും നടത്തുന്നുണ്ടോ? ഒരാൾ പോലും അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്നത്. ഏറ്റവും പാവപ്പെട്ടവന് 2000 രൂപ പെൻഷൻ കൊടുത്ത് മുടങ്ങാണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഭരണവിരുദ്ധ വികാരം വരുന്നത് പാവപ്പെട്ടവന് സാധാരണക്കാർക്കും പ്രയാസം ഉണ്ടാകുമ്പോഴാണ് ഭരണവിരുദ്ധം വരുന്നത്. അല്ലാണ്ട് ഭരണവിരുദ്ധ വികാരം ഇവിടെ കാണുന്നില്ല. ഒരാൾ പോലും അങ്ങനെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇതുവരെ എത്താൻ പറഞ്ഞിട്ടില്ല. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്കാർ മുഖത്തോക്കി പറയുന്ന ആൾക്കാരുള്ളത്, അല്ലാണ്ട് അവരിങ്ങനെ മറച്ചൊന്നും വെക്കൂല. പക്ഷെ അവരാരും അങ്ങനെ പറഞ്ഞില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് സംസാരിക്കണം. UDFിന്റെ മറ്റൊരു ആരോപണം ഈ ഡീൽ ആരോപണമാണ്. BJPയും CPMും തമ്മിൽ ഡീൽ ആരോപണമുണ്ടെന്ന് അത് കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ അതിന് എന്താണ് ഒരു മറുപടി പറയാനുള്ളത്? ഒരു കാലത്തും BJPയുടെ ഒരു ഡീലും CPM വെക്കാറില്ല. ഒരു കാലത്തും വെക്കാറില്ല. ഞങ്ങൾ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി തുറന്നു പറഞ്ഞിട്ടുണ്ടല്ല, ഒരു വർഗീയ പാർട്ടിയുടെയും വോട്ട് ഞങ്ങൾ ആവശ്യപ്പെടില്ല. BJP മാത്രമല്ല, SDP, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് ചോദിക്കുന്നവരല്ല ഞങ്ങൾ. അവർ പരസ്യമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരാണ്. അല്ലാണ്ട് ഞങ്ങൾ ഒരിക്കലും ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. വികസന പ്രവർത്തനങ്ങളുടെ കാര്യം പറഞ്ഞ് ഇപ്പോൾ വെല്ലുവിളികൾ നടക്കുന്നത് പതിവാകുന്ന ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസം ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 10 വർഷം LDF സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഈ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വല്ലതും പറയാനുണ്ടോ? വികസന പ്രവർത്തനം ഇതേപോലത്തെ ഒരു വികസന പ്രവർത്തനം കേരളം കണ്ടിട്ടില്ല. ഇപ്പം നാഷണൽ ഹൈവേ 66 അത് സംസ്ഥാന ഗവൺമെൻറ് കിഫ്ബിയിൽ നിന്ന് 55,000 കോടി രൂപ സ്ഥലം മേടിച്ചപ്പോഴാണ് തുടങ്ങുന്നത്. അല്ല അവർ ചെയ്തു തരേണ്ടല്ലേ അത്. പിന്നെ ഇപ്പം മലബാറിൽ ഇപ്പോൾ വയനാട്ടിലേക്ക് പോകുന്ന തുരങ്കപാത ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഭയങ്കര സ്വപ്നമല്ലേ ജനങ്ങളുടെ? അത് വന്നു കഴിഞ്ഞാൽ എത്ര കിലോമീറ്റർ ലാഭം? കൊച്ചി എറണാകുളത്തു നിന്നും കേരളത്തിൽ നിന്നൊക്കെ ബാംഗ്ലൂർക്ക് പോകുന്നവർക്ക് എത്ര മണിക്കൂറാണ് ലാഭം? എത്ര ദൂരം ലാഭം? അതേപോലെ തന്നെ വികസന കാര്യങ്ങളെന്ന് വെച്ചാൽ കേരളം അങ്ങോളം നോക്കുമ്പോൾ എല്ലാ മേഖലയും എടുത്ത് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ റോഡുകളെല്ലാം മോശമുണ്ടാകും. എന്തൊരു പാലങ്ങളാണ് പണിതേക്കുന്നത്. ഈ മണ്ഡലത്തിൽ തൊട്ടപ്പുറത്ത് ഒരു പാലം പണിതത് ഏണ്ടും വളരെ ചുരുക്കം വീട്ടുകാർക്ക് വേണ്ടിയാണ് വലിയ ഒരു പാലം പണിതത്. അപ്പോൾ ഇപ്പോൾ ചെല്ലാനത്തിന് ഞാൻ പറഞ്ഞില്ലേ, കടൽ ഭിത്തി പണിതത്. ചെല്ലാനം കടൽ ഭിത്തി പണിതത് ഒരു പഞ്ചായത്ത് ജനങ്ങൾക്ക് വേണ്ടി 774 കോടി രൂപയാണ് ഈ ഗവൺമെൻറ് നിർവഹിച്ചത്. അപ്പോൾ വികസന കാര്യത്തിൽ ആവശ്യമായ ഫണ്ട് കിഫ്ബി വഴി സ്വരൂപിച്ച് കേരളത്തിൻ്റെ വികസനം ഏറ്റവും നന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സതീശനൊക്കെ ഇത് പറയാനേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ പെൻഷൻ കൊടുത്തപ്പോൾ, ഉദാഹരണം എടുത്തോ, പെൻഷൻ കൊടുത്തപ്പോൾ അത് കൈക്കൂലെന്ന് പറഞ്ഞ പറ്റില്ല കോൺഗ്രസ്സുകാർ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രചരണം ഞാൻ കേട്ട്, ഒരു പരസ്യം കേട്ട്, UDF വന്നാൽ പെൻഷൻ 3000 രൂപ ആക്കും. 600 രൂപ 27 മാസം മുടക്കിയവരാണ്. അവരെങ്ങനെ കൊടുക്കുന്നത്? പിന്നെ അത് കൈക്കൂലാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് വരാൻ പോകുന്ന ഗവൺമെൻറ് ബാധ്യതയാണെന്ന്. അപ്പോൾ ഇവർ വന്നാൽ ഇതൊക്കെ അവർക്ക് ബാധ്യതയെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ? ഒരിക്കലും ചെയ്യില്ല. കേരളം മുന്നോട്ട് പോകുന്ന വികസനം കൊണ്ട് മാത്രമാണ്. വികസനം മാത്രമല്ല, ക്ഷേമകാര്യങ്ങൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നത് വില ഉണ്ട്. ഇപ്പോൾ വീട്ടമ്മമാർക്ക് കൊടുക്കുന്ന 1000 രൂപ. ഒരു വീട്ടമ്മ ഞാൻ പോയപ്പോൾ എന്നോട് പറയുകയാണ് 2 മാസം ഇട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത്. വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഉള്ള പ്രതിബദ്ധത എന്താണ് സമൂഹത്തോട്? അപ്പോൾ അതുകൊണ്ടാണ് അവരെല്ലാവരും ഈ ഗവൺമെൻറ് കൂടിയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം എന്ന് പറയണമെങ്കിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യണം. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഇവിടെ എങ്ങും അത് കേൾക്കാനില്ല. ഒരാളുടെ വായിന്ന് പോലും കേൾക്കാനില്ല. കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് ജനങ്ങളുടെ വായിന്ന് കേൾക്കാറില്ല.
അവസാനമായ ഒരു ചോദ്യം കൂടി, മൂന്നാമതും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നൊരു വിശ്വാസമുണ്ടോ? ഉറപ്പായിട്ടുമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ജനങ്ങൾക്ക് വേണ്ടി ഇന്നൊരു ഗവൺമെൻറ്റാണ്. ഒന്നാം പിണറായി ഗവൺമെൻറ് രണ്ടാമത് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ജനങ്ങൾ ഏറ്റെടുത്തില്ലേ, മൂന്നാമതും വരും, ഉറപ്പാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിന് അവസാനഘട്ട പ്രചാരണത്തിലാണ് ഓരോ സ്ഥാനാർത്ഥികളും ഉള്ളത്. ക്യാമറ പേഴ്സൺ ഗീതേഷിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.